രാവിലെ തന്നെ ഞങ്ങൾ കുളിച്ചൊരുങ്ങി റെഡി ആവണത് വേറെ എവിടേക്കല്ല, അവളുടെ നാട്ടിലേക്ക് ആദ്യമായിട്ട് വന്നിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകണമാണ്. കല്യാണം കഴിഞ്ഞ പിന്നെ ഇവളുടെ സാരഥി ഞാനാണ്. അപ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമാക്കി ഇവളെ ഞാനിന്ന് സാരഥിയാക്കിയപ്പോൾ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇവള് പുലിയല്ല പുലിയാണ് ഡ്രൈവിംഗ് എന്ന കാര്യം. തൃശ്ശൂരിലെ പോലെ തന്നെ പാലക്കാടിന്റെ റോഡ് അത്ര മോശമൊന്നല്ല. അല്ല, മക്കാടൻ റോഡ് അത് ഇന്ദു നല്ല പോലെ മുതലാക്കണമെന്ന് മനസ്സിലാക്കിയത് സ്പീഡോമീറ്റർ നോക്കിയപ്പോഴാണ്. വണ്ടിയുടെ മുകളിലുള്ള കൺട്രോളും അവളുടെ സ്പീഡും കണ്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇവളെന്റെ തന്നെ ഭാര്യ, നോ ഡൗട്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തിട്ട് ശ്രീ ഉത്തരത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെത്തി. നല്ല ഐശ്വര്യമുള്ള ഒരു ചെറിയൊരു അമ്പലം, നല്ല ശക്തിയുള്ള ദേവിയാണെന്നും കേട്ടുക്കുന്നു. ഇവിടെ റെനോവേഷന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അത്യാവശ്യം പൊളിച്ചു പണികൾ നടക്കുന്നുണ്ട്. അത് കാരണം തന്നെ 2 വർഷത്തേക്ക് ഇവിടത്തെ പ്രധാന ആഘോഷമായ ഭരണിയില്ല എന്നും കേട്ടു. ഭഗവതി ക്ഷേത്രവും അതിനോടൊപ്പം തന്നെ ഒരു വലിയൊരു കുളവും പിന്നെ ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. അവിടെ ഞങ്ങൾ തൊഴുതിട്ട് പതുക്കെ അടുത്ത അമ്പലത്തിലേക്കുള്ള യാത്ര തുടങ്ങി. യാത്രയ്ക്ക് പോണകളുടെ മുന്നെയാണ് ഇന്ദു എനിക്ക് ഇവിടെ പ്രതിഷ്ഠിക്കാൻ വെച്ചിട്ടുള്ള കൊടിമരം കാട്ടിത്തരാന്ന് പറഞ്ഞു. അങ്ങനെ കൊടിമരവും കണ്ട് ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇനി അടുത്ത അമ്പലത്തിലേക്ക് യാത്ര ചെയ്യും. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഈശ്വരമംഗലത്തേക്ക് കേട്ടോ. അടുത്ത് തന്നെയാണ്, നല്ല അടിപൊളി ക്ഷേത്രമാണ്. പിന്നെ പൊണ്ടാട്ടിക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അമ്പലത്തേക്കല്ലേ, അതിൻ്റെ ആവും. ഈശ്വരമംഗലത്തിൽ ഞങ്ങൾ തൊഴുതിട്ട് നേരെ ചെന്ന് പരിയനം പറ്റിയ അങ്ങനെ കുറേ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ചെന്ന് പരിയനം പറ്റയിലേ ചെന്ന് അവിടെ തൊഴുതു. അവിടുത്തെ പിന്നെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ മേളാണ്. മേളം വേറെ ലെവലാണ്, പൂരപ്രേമിയാണ്, നിങ്ങൾ ഒരിക്കലെങ്കിലും അവിടെ വരേണ്ടതാണ്. പിന്നെ അവിടെ ചെന്നിട്ടാണ് ഒരു വിചിത്രമായ ഒരു കാഴ്ച കണ്ടത്. ആരോ നേർച്ച കൊടുത്ത ഒരു കോഴീനെ ലേലം ഉറപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അത്. അത് കണ്ട് അന്താളിച്ച് ഞാൻ നടന്നു, ഒപ്പം ഇന്ദുവിനെ നടത്തി. പരിയനം പറ്റാടെ സ്റ്റെപ്പ് കയറി തുടങ്ങിയപ്പോൾ തന്നെ ഇന്ദു ക്ഷീണിക്കും ചെയ്തു. പോരാത്തന്നെ എൻ്റെ മുണ്ടഴിയാനും തുടങ്ങി. ഇതൊരു പാരമ്പര്യ രോഗമാണെന്ന് തോന്നണം ഞങ്ങൾക്ക്. ഈ അനുരാഗപ്പൂ തിങ്കൾ കനിയാകുമോ? മനസ്സിൽ കുടിയിരുന്നില്ലേ എൻ കാക്കറുമ്പൻ കുറുമ്പിൻ പൂങ്കുഴലോതി. സീരിയസ്ലി എന്നാ പറഞ്ഞത്? ചെറുതായിട്ടുള്ള ചായ